ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ അതിശൈത്യം പിടിമുറുക്കുകയാണ്. ഡൽഹിയിൽ താപനില 5 ഡിഗ്രി സെൽഷ്യസിലും താഴ്ന്നതിനൊപ്പം വായുമലിനീകരണവും വർദ്ധിച്ചു. കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് ഇത്തവണ ജമ്മുകശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അടക്കം മഞ്ഞുവീഴ്ചയും നേരത്തെയായി. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കൊടും തണുപ്പാണ് അവിടെ എന്നറിയാം. എന്തായാലും നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഈ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് ഡൽഹിയിലെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് വായുമലിനീകരണവും വർദ്ധിക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രോഹിണി, പതിവ് തെറ്റിച്ച് അതിശൈത്യമാണ് ഇത്തവണ. അതും നേരത്തെ ഡിസംബർ മാസത്തിൽ പകുതിയോടുകൂടി തന്നെ അതിശൈത്യം ഉത്തരേന്ത്യയിൽ ആകെ പിടിമുറുക്കിയിരിക്കുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ നിലവിലെ താപനില 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. പലപ്പോഴും ഇത് രാത്രികാലങ്ങളിൽ വളരെ കുറയാറുണ്ട്. പകൽ സമയങ്ങളിൽ ഇപ്പോൾ സൂര്യൻ ഉദിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഡൽഹിയിൽ കാണപ്പെടുന്നത്. വലിയ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഡൽഹിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം വായു മലിനീകരണവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വായു ഗുണനിലവാര സൂചിക ഏതാണ്ട് 470 പിന്നിട്ടിരിക്കുന്ന അവസ്ഥ. ഏതാണ്ട് 500 വായു ഗുണനിലവാര സൂചിക അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഡൽഹി എത്തപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മൂടൽമഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കാറ്റ് വീശാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിലാകെ മലിനീകരണം തോത് വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനൊപ്പമാണ് അതിശൈത്യവും പിടിമുറുക്കിയിരിക്കുന്നത്. ഈ മലിനീകരണ തോത് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഗ്രാഫ് 4 റെസ്ട്രിക്ഷൻ ഉണ്ട്. നിലവിൽ ഡീസൽ വാഹനങ്ങൾക്കും പെട്രോൾ വാഹനങ്ങൾക്കും BS3യും BS4 ഡീസൽ വാഹനങ്ങൾക്കും ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാർക്കിംഗ് ഫീ അടക്കം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിപ്പിച്ചു. ഇതാണിപ്പോൾ ഡൽഹിയിലെ നിലവിലാകെയുള്ള ഒരു സാഹചര്യം. അങ്ങനെ ജനജീവിതമാകെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഇനി ഉത്തരേന്ത്യയിലാകെ പരിശോധിച്ചാൽ ഉത്തരേന്ത്യയിലാകെ ശൈത്യം കടുക്കുന്നു. പതിവ് തെറ്റിച്ച് 20 വർഷത്തിന് ശേഷമാണ് ഡിസംബർ മാസത്തിൽ പകുതിയോടുകൂടി ഷിംലയിൽ മഞ്ഞുവീഴ്ചയുണ്ടാകുന്നത്. ജമ്മു കാശ്മീരിലെ ലഡാക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ -13ഒക്കെയാണ് താപനില വരുന്നത്. പകൽ സമയങ്ങളിലേക്കും മൈനസ് താപനിലയിൽ നിന്നും ഉയരുന്നില്ല. മണാലിയിൽ ടൂറിസം വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് മണാലിയിൽ രാത്രി സമയങ്ങളിൽ -4ഉം അതേപോലെ തന്നെ -5ഉം ഒക്കെയാണ് അവിടുത്തെ താപനില. പകൽ സമയങ്ങളിൽ 1 ഡിഗ്രിയും 2 ഡിഗ്രിയും ഒക്കെയാണ്. അതായത് ഈ വിൻ്റർ ആഘോഷിക്കുവാൻ വേണ്ടി ജമ്മു കാശ്മീരിലേക്കും ഹിമാചൽ പ്രദേശിലേക്കുമൊക്കെ വരുന്നവർ അവരുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്രമാത്രം ശൈത്യമാണ് ഇത്തവണ പിടിമുറുക്കിയിരിക്കുന്നത്. അതും പതിവ് തെറ്റിച്ച് ഈ ഡിസംബർ പകുതിയോടി. സാധാരണ ഇത്തരമൊരു തണുപ്പ് അവസ്ഥ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ജനുവരി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് ഇത്തരമൊരു തണുപ്പിലേക്ക് ഉത്തരേന്ത്യ എത്തിപ്പെട്ടത്. എന്നാൽ ഇത്തവണ അത് ഡിസംബർ മാസത്തിൽ വളരെ നേരത്തെ എത്തുന്ന ഒരു സാഹചര്യമാണ്. ഇതിങ്ങനെ കൂടുതൽ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലാണെങ്കിലും പല സ്ഥലങ്ങളിലും മഞ്ഞുവീഴ്ച ആരംഭിച്ചിരിക്കുന്നു. ഇതൊന്നും ഏതാണ്ട് കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ജനുവരി കഴിഞ്ഞാണ് മഞ്ഞുവീഴ്ചയൊക്കെ തുടങ്ങിയത്. അതായത് കഴിഞ്ഞ വർഷം ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയവർക്കൊന്നും ഹിമാചൽ പ്രദേശിലെ മണാലിയിലോ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലോ ഒന്നും മഞ്ഞുവീഴ്ച കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത്തവണ വളരെ നേരത്തെ മഞ്ഞുവീഴ്ച ഉണ്ടായിരിക്കുന്നു. ഡിസംബർ പകുതിയോട്, അത് നേരത്തെ സൂചിപ്പിച്ചു, 20 വർഷത്തിന് ശേഷമാണ് ഈ ഡിസംബർ പകുതിയോടുകൂടി ഷിംലയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. സാധാരണ ഷിംലയിൽ ഏതാണ്ട് ജനുവരി അവസാനം ഫെബ്രുവരിയോടുകൂടിയൊക്കെയാണ് മഞ്ഞുവീഴ്ച, അവിടെ മുഴുവൻ മഞ്ഞ് മൂടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തവണ അത് ഡിസംബറിലായിരിക്കുന്നു. ഇത്തവണ ശൈത്യം കൂടുതൽ കടുക്കുമെന്നുള്ളതാണ്. അതായത് ഉത്തരേന്ത്യയിലാകെ ശൈത്യം കൂടുതൽ കടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതേപോലെ തന്നെ ഈ ശൈത്യം കൂടുന്നതിനൊപ്പം തന്നെ ഈ പൊല്യൂഷനും വർദ്ധിക്കുന്നു. ഇതിനൊപ്പം തന്നെ തീപിടുത്തങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹി NCR പരിധിയിൽ നോക്കുമ്പോൾ ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് തീപിടുത്ത കേസുകൾ കൂടുന്നു. ഈ വീടിനുള്ളിലും മറ്റും ഈ മെഴുകുതിരികളും വിളക്കുകളും മറ്റും കത്തിച്ചു വെക്കുന്നു. ഒപ്പം അതേപോലെ തന്നെ തീ കൂട്ടുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ടെൻറ്റിലും മറ്റും താമസിക്കുന്നവർ അങ്ങനെ അതിനകത്ത് തീ കൂട്ടുന്ന സാഹചര്യം. ഇത് തീപിടുത്തത്തിലേക്കും വലിയ അപകടങ്ങളിലേക്കും വഴിവെക്കുന്നു. അങ്ങനെ എത്തുന്ന കോളുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ തണുപ്പ് മൂലമുണ്ടാകുന്ന പലതരം പ്രതിസന്ധികൾ രാജ്യ തലസ്ഥാനത്തടക്കം ഉത്തരേന്ത്യയിൽ വ്യാപിക്കുകയാണ്. രോഹിണി. ശരി നന്ദൻ, എന്തായാലും നന്ദൻ്റെ വേഷവിധാനം കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം തണുപ്പ് കഠിനമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും ഉത്തരേന്ത്യയിൽ അതിശൈത്യം തന്നെയാണ്. പതിവിന് വിപരീതമായി ഇത്തവണ നേരത്തെ തന്നെ മഞ്ഞുവീഴ്ചയും ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ നൽകിക്കൊണ്ടിരുന്നത്.